Good afternoon. Good afternoon, ma'am. Okay. Then class start ചെയ്യുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കാറ്റഗറി ടേബിൾ കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അതുവരെ ഇരുന്നില്ലേ നമ്മൾ ലാസ്റ്റ് വൺ എടുത്തത്? ദെൻ കാറ്റഗറി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചു എല്ലാവരും? 10 കാറ്റഗറിയുടെ പേരുകളൊക്കെ പഠിച്ചോ? ആരും പഠിച്ചില്ല? കുറച്ച് പേര് നോക്കി അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിള് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ മാക്സിമം ആദ്യത്തെ ഒരു 3 എണ്ണം പഠിച്ചു പോകാം. കാറ്റഗറി നമ്പർ, ദെൻ അത് ഏത് ടൈപ്പ് ആണ്, ദെൻ അത് ഏത് കളർ കോഡിലുള്ള ചാപ്റ്റർ ഏതാണെന്നോ. ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. ദെൻ നമ്മളെ കാറ്റഗറി പഠിച്ചു. ദെൻ ജസ്റ്റ് ആ പേരുകൾ മാത്രം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. കാറ്റഗറി 1 നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. ദെൻ അതിന്റെ കളർ കോഡ് നിക്ഷേപിക്കേണ്ടത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. ദെൻ കാറ്റഗറി 2 അനിമൽ വേസ്റ്റ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. കാറ്റഗറി 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്, യെല്ലോ പ്ലാസ്റ്റിക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ദെൻ കാറ്റഗറി നമ്പർ 4 ഷാർപ്പ് വേസ്റ്റ്, ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലുസെന്റ് puncture proof containers. Category 5 discarded medicine and cytotoxic drugs. Then അത് നിക്ഷേപിക്കുന്നത് black plastic bag or red. Then category 6 soiled waste, yellow plastic or red plastic bag. Category 7 solid red plastic bag. Category 8 liquid waste, അതിന് വേറെ കണ്ടെയ്നർ ഒന്നും പറയുന്നില്ല. Category 9 incineration ash, black plastic bag. Then last one category 10 chemical waste, black plastic bag. Okay, repeat ചെയ്തതാണ് കേട്ടോ, കാരണം അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് മിസ് ഒന്നുകൂടി പറഞ്ഞത്. Then ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇനി ഈ മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോഴും സ്റ്റോറേജ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ് must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. Okay, അപ്പൊ നമ്മൾ ഈ അൺപ്രോസസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ എന്താ പറയാ? അൺപ്രോസസ് ചെയ്യാത്തത് അല്ലേ? അതായത് നമ്മൾ സംസ്കരിക്കാത്ത മാലിന്യങ്ങളാ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു സ്പെഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഒരു ട്രോളിയിലോ, അതായത് സ്പെഷ്യൽ വീൽ ബാഗോ പോലെ ഒരു ചെറിയൊരു ട്രോളിയിലോ അല്ലെങ്കിൽ ചെറിയ കണ്ടെയ്നർ പോലത്തെ വെഹിക്കിൾസിലാണ് ഈ മെഡിക്കൽ മാലിന്യങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസിലാണ് ഈ മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത്. The bag or container holding biomedical waste have to be tied before transportation. For transportation മുൻപായിട്ട് ഇപ്പൊ ബാഗുകളിലാണ് നമ്മൾ മാലിന്യങ്ങൾ നിറച്ചിരിക്കുന്നതെങ്കിൽ ഒരു കണ്ടെയ്നറിലാണെങ്കിലും അത് ടൈഡ് ചെയ്തിരിക്കണം. മീൻസ് അത് ടൈറ്റ് ആയിട്ട് പുറത്തേക്ക് പോവാത്ത രീതിയിൽ അത് കെട്ടി സൂക്ഷിച്ചിരിക്കണം. ബിഫോർ ട്രാൻസ്പോർട്ടിംഗ് the bag containing biomedical waste, it has to be accompanied by a document signed from the nurse or doctor that includes date, shift, quantity and destination. നോക്കാം, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ മാലിന്യങ്ങള് നമ്മൾ സ്പെഷ്യലി അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിൾസിൽ കൊണ്ടുപോകും. സോ കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് ഈ മാലിന്യങ്ങൾ നിറച്ചിട്ടുള്ള ബാഗോ കണ്ടെയ്നറോ ടൈറ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ടൈറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എന്ത് പറ്റും? മാലിന്യങ്ങളൊക്കെ റോട്ടിലും മറ്റും വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഇൻഫെക്ഷൻസ് ഉള്ള മാലിന്യങ്ങളാണ്. സോ അത്രയും കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഈ മാലിന്യങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുവാൻ. അതോടൊപ്പം തന്നെ ബിഫോർ ട്രാൻസ്പോർട്ടിംഗ്
bag containing biomedical waste, it has to be accompanied by a document. ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഡോക്യുമെന്റ് കൂടി കരുതണം. ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിൽ നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ കരുതും. എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി ആൻഡ് ഡെസ്റ്റിനേഷൻ. അന്നത്തെ ദിവസത്തിന്റെ ഡേറ്റ്, then shift ആ ഒരു ടൈം, എപ്പോഴാണ് ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന ടൈം, then ക്വാണ്ടിറ്റി, എത്രത്തോളമാണ് ആ വണ്ടിയിൽ മാലിന്യങ്ങൾ ഉള്ളത്, then ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, പ്ലേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡോക്യുമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത്. ചുമ്മാ നമ്മളൊരു ഹോസ്പിറ്റലിൽ മാലിന്യം എടുത്ത് കൊണ്ടുപോകുന്നതല്ല, അതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും അടക്കമാണ് നമ്മൾ ഈ മാലിന്യങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. Then specialized vehicles need to be well enclosed. അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ എൻക്ലോസ് ചെയ്തിരിക്കണം, തുറന്നൊന്നും പോകാൻ പാടില്ല, അത്ര നല്ല ടൈറ്റ് ആയിട്ട് വേണം എൻക്ലോസ് ചെയ്യുക. ഈ കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ നല്ല എന്താ തുറന്നു പോകാനൊന്നും പാടില്ല. തുറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് മാലിന്യങ്ങള് റോഡിലോട്ടൊക്കെ മാലിന്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. സോ എൻക്ലോസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള എന്ത് വേണം, ഒരു അടച്ചുറപ്പുള്ളാന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന വെഹിക്കിൾ കണ്ടെയ്നർ നല്ലൊരു എൻക്ലോസ്ഡ് ആയിരിക്കുക. It should also be possible to wash the interior of container completely. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നർ, അതായത് കണ്ടെയ്നർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ അവരോ? നമുക്ക് ഗുഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ കണ്ടിട്ടില്ലേ? നമ്മൾ റോഡിലേക്ക് പോകുമ്പോൾ കണ്ടെയ്നർ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കണ്ടെയ്നറിലൊക്കെയാണ് ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. സോ ഈ കണ്ടെയ്നറിന്റെ ഉള്ളില് വേസ്റ്റ് എടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കണം. അതായത് നന്നായിട്ട് ഉള്ളു വാഷ് ചെയ്ത് കളയാൻ പറ്റണം. ഇൻഫെക്ഷൻ ഒക്കെ ഏറ്റവും വലിയ വേസ്റ്റുകളല്ല. സോ നല്ല രീതിയിൽ അത് കഴുകി വൃത്തിയാക്കാനും സാധിക്കണം. ഓക്കെ, വോയിസ് കേൾക്കുന്നില്ല? ക്ലിയർ ആണ് ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? വോയിസ് കേൾക്കുന്നുണ്ടോ? ഒരാൾക്ക് മാത്രമാണോ കേൾക്കാത്തത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, സൗണ്ട് വല്ല ബ്രേക്ക് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ആരോ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു നോക്കാണ്ട്, ചിലപ്പോൾ റേഞ്ചിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് സ്റ്റോറേജിൽ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള വെഹിക്കിളിലാണ് കൊണ്ടുപോകുന്നത്. ടൈറ്റ് ആയിട്ട് കെട്ടുക, അതുപോലെ തന്നെ എന്താണ്, ഒരു ഡോക്യുമെന്റ് ഉണ്ടാകും, നഴ്സോ ഡോക്ടറോ സൈൻ ചെയ്യും, അതിലാ ഡേറ്റ്, ഷിഫ്റ്റ്, ക്വാണ്ടിറ്റി, ദെൻ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ദെൻ എൻക്ലോസ്ഡ് ആയിരിക്കുക, ദെൻ വാഷ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഇത്രയുമാണ് ട്രാൻസ്പോർട്ടേഷൻസ് ആൻഡ് സ്റ്റോറേജിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ ആണോ ആ സെക്ഷൻ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇതിൽ വേറൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരും? ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. നമുക്കറിയാം ഈ മാലിന്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സേഫ്റ്റി ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. The use of protective gears should be made compulsory for all the staff who handle waste. Protective gears, എന്താ protective gears എന്ന് വെച്ചാൽ PPE. ഓർക്കുന്നുണ്ടോ എന്താ PPE എന്ന് പറയുന്നെങ്കിൽ? PPE,
ഫുൾ ഫോം എന്താ? PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ. അപ്പൊ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകള് എപ്പോഴും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷനിൽ നിന്നും അവർ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ധരിക്കണം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഫസ്റ്റ് വൺ ഗ്ലൗസ് അല്ലെ. നമുക്കറിയാം മാലിന്യങ്ങൾ എടുക്കുമ്പോൾ കൈകൊണ്ട് എടുക്കാൻ പാടില്ല. പകരം എന്ത് വേണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ധരിച്ചുകൊണ്ട് വേണം വേസ്റ്റുകൾ ശേഖരിക്കാൻ അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ വീടുകളിലൊക്കെ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും മറ്റും പ്ലാസ്റ്റിക് ശേഖരിക്കാനായിട്ട് വരാറില്ലേ? നിങ്ങൾ കൊടുക്കാറുണ്ടോ വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? മാസത്തിലോ എല്ലാ മാസത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു 2 month ഒക്കെ കൂടുമ്പോഴല്ല വരുന്നത്. ഓക്കെ. അപ്പൊ അവർ വരുമ്പോൾ ഹരിതകർമ്മസേന അല്ലെ, ഹരിതകർമ്മസേനയുടെ ആളുകൾ വരും കളക്ട് ചെയ്യാൻ. അപ്പൊ അവര് എന്തൊക്കെയാണ്? അവര് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എന്തൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്? പേഴ്സണൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് അറിയാം. അവരെ കാണുമ്പോൾ അല്ലെ എന്തൊക്കെയാണ്? കോട്ട് ധരിച്ചിട്ടുണ്ടാവും അല്ലെ, ഗ്ലൗസ് ഉണ്ടാവും, കോട്ട് ധരിച്ചിട്ടുണ്ട്, ദെൻ മാസ്ക് ഉണ്ടാവും, അതുപോലെ ക്യാപ്പ് വെച്ചിട്ടുണ്ടാവും ചിലവര് അല്ലെ. ഇപ്പൊ വന്നോളൂ. ഓക്കെ. സംഗീതയുടെ വീട്ടിലേക്ക് ഇപ്പൊ വന്നോളൂ കേട്ടോ. അപ്പൊ സംഗീത കറക്റ്റ് ആയിട്ട് നോക്കിയതെല്ലാം ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടോ? കോട്ട് ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ക്യാപ്പ് ഉണ്ടാകും, ക്യാപ്പ് വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഉണ്ട്. ഓക്കെ. അപ്പൊ അത് അവരുടെ ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവിന് വേണ്ടിയിട്ടാണ്. വേസ്റ്റുകൾ ശേഖരിക്കുമ്പോൾ അവരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പ്രൊട്ടക്റ്റീവ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഡ്രസ്സ് കിട്ടാൻ പോലെ. അപ്പൊ അത് സെപ്പറേറ്റ് കോട്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗ്ലൗസ് ധരിക്കും. ഹാൻഡിൽ ഇതൊക്കെ വേസ്റ്റുകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ഗ്ലൗസ് ധരിക്കണം. സോ അവര് പ്ലാസ്റ്റിക് ആണ് എങ്കിലും അവർ അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഹോസ്പിറ്റൽ വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇൻഫെക്ഷൻ ആയിട്ടുള്ള വേസ്റ്റുകളായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തന്നെ വേണം. അപ്പോ നോക്കാം ഗ്ലൗസ്. ഇനി ഗ്ലൗസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. വളരെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബർ ഗ്ലൗസ് ആയിരിക്കണം എന്ന്. ചില ഗ്ലൗസുകൾ ഉണ്ടാവും വളരെ വൈറ്റ് കളറിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഭയങ്കര നൈസ് ആയിട്ടുള്ളത്. ചിലപ്പോൾ ഇടുമ്പോഴേക്ക് അത് കീറിപ്പോകാനൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. ഒട്ടും തന്നെ കട്ടില്ലാത്ത ഗ്ലൗസ് കിട്ടുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. സോ ഇവിടെ പറയുന്നത് റബ്ബർ ടൈപ്പ് കുറച്ച് കട്ടിയുള്ള ഗ്ലൗസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈട് നിൽക്കുന്നതല്ല, കൂടുതലും കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആണ് അല്ലെ. റബ്ബർ ഗ്ലൗസ് ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഷാർപ്പ് വേസ്റ്റ് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ കുത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഒട്ടും കട്ടിയില്ലാത്തതാണെങ്കിൽ നമ്മളത് ധരിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനം ഇല്ല അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബർ ഗ്ലൗസ് ഒക്കെ ധരിക്കുക. അതോടൊപ്പം തന്നെ സെക്കൻഡ് നോക്കാം. ദിസ് ഷുഡ് ബി ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർ. യെല്ലോ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. യെല്ലോ കളറിലെ ഗ്ലൗസ് ആണ് ധരിക്കുന്നത്. ഓക്കെ. നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കുമ്പോൾ ധരിക്കുന്ന ഗ്ലൗസിന്റെ കളറാണ് യെല്ലോ കളർ ആയിരിക്കും. ആഫ്റ്റർ ഹാൻഡിലിംഗ് ദ വേസ്റ്റ് the gloves should be washed 2 times. ഈ വേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലൗസ് 2 times വാഷ് ചെയ്യണം. ഓക്കെ. റബ്ബർ ആണല്ലോ, 1 time യൂസ് ഒന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൗസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീണ്ടും അത് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ഹാൻഡിൽ ചെയ്തതിനു ശേഷം ഒരു 2 times വാഷ് ചെയ്യണം. The gloves should be washed after each use with soap and disinfect. സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ ഏതെങ്കിലും അണുനാശിനിയും ഉപയോഗിക്കാവുന്ന ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും ഒരു അണുനാശിനി ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. The size should fit the operator. ഇനി ഓപ്പറേറ്റർ പ്രവർത്തിക്കുന്ന സ്റ്റാഫിന് സൈസ് ഫിറ്റ് ആയിരിക്കണമെന്ന്. ഗ്ലൗസ് നമ്മൾ എപ്പോഴും ഇടുമ്പോൾ എന്താണ്? കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ആയിരിക്കണം ഗ്ലൗസ്. എങ്കിലേ നമുക്ക് അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലൂസ് ആയിട്ടുള്ള ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇത് എടുക്കുമ്പോഴേക്കും ഗ്ലൗസ് ഊരിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഫിറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഗ്ലൗസിൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ലാസ്റ്റ് വായിപ്പിക്കുക കേട്ടോ. ഗ്ലൗസ് ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? റെസ്പോൺസ് ഒന്നും ചെയ്യാലോ? ഫുഡൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ് തന്നെ എല്ലാവരും ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, ഉറക്കം വരുത്തേണ്ട അറിഞ്ഞെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കമൊക്കെ മാറ്റി വെക്കാം. ഓക്കെ. Then second one, aprons, gowns and suits. അതായത് അവിടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ. ഇപ്പൊ നമ്മള് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരെ കോട്ട് ധരിക്കുന്നത് അറിയുന്നത് അല്ലെ. ഇപ്പൊ ഗൗൺസോ അല്ലെങ്കിൽ സ്യൂട്ട്സോ. ഞാൻ കരുതിയത് അവര്
അവരെ മനസ്സിലാക്കാൻ യൂണിഫോം ഇടാനാണ്. ഓക്കെ, അതിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാനേ പറ്റും അല്ലേ? ഇപ്പൊ ഗ്രീൻ കളറിലെ കോട്ട് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്താണ് ഇത് ഹരിതകർമ്മസേനയിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവും, ഒരു ബാഡ്ജ് പോലെയൊക്കെ ഉണ്ടാകും. എങ്കിലും മനസ്സിലാക്കുന്നതിന് പുറമെ ഇങ്ങനെ ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് അപ്രോൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ്, അതായത് വസ്ത്രങ്ങളാണ് കോട്സ്. അപ്രോൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മള് എന്താണ് നമ്മുടെ ഡ്രസ്സിൽ കറന്ന് പറ്റാതിരിക്കാനൊക്കെ നമ്മൾ അപ്രോൺസ് ഒക്കെ ധരിക്കില്ലേ? കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കിച്ചണിൽ ധരിക്കാറില്ലേ? ഡ്രസ്സിൽ അഴുക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് അപ്രോൺസ് ധരിക്കുക അല്ലേ? അപ്പൊ അതുപോലത്തെ അപ്രോൺസോ അല്ലെങ്കിൽ ഗൗൺസോ, ചിലവർ കോട്ടായിരിക്കും ധരിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തത്തില് ഫുൾ പാന്റും അല്ലെങ്കിൽ ഫുൾ കൈയുടെ ഷർട്ട് പോലത്തെ ടൈപ്പ് സ്യൂട്ട്സ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ. ഇതിന് മൂന്നാമതായിട്ട് പറയുന്നത് മാസ്ക്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാസ്ക്, പല രീതിയിലുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നു. ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ അലോങ് ഓർ കോമ്പിനേഷൻ. ഒന്നില്ലെങ്കിൽ ഗൂഗിൾസ്, അതായത് കണ്ണടയൊക്കെ കൂടിയത്, ഫേസ് ഷീൽഡ്, കണ്ണും മൂക്കും എല്ലാം ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന ഫേസ് ഷീൽഡ് മാസ്കുകൾ. ഓക്കെ, ഈ കോവിഡ് ടൈമിലൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. ഫേസ് ഷീൽഡ് മാസ്ക് ആയിരുന്നു അവർ വെച്ചുകൊണ്ട് പേഷ്യൻസിനെ നോക്കാനൊക്കെ ഇരുന്നിരുന്നത്. ഓർമ്മയുണ്ടോ? നമ്മൾ ഹോസ്പിറ്റലിൽ കൊറോണയുടെ ഒക്കെ ആ ടൈമിൽ പോകുമ്പോഴേ ഫേസ് ഷീൽഡ്, ഫേസ് മൊത്തം കവർ ചെയ്തിട്ടുള്ള മാസ്ക് ഒക്കെ ഇരിക്കും അല്ലേ? അങ്ങനെയുള്ള ഗോഗിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പോലത്തെ അത് തന്നെ. ഓക്കെ, അപ്പോ എന്താണ് ഗോഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടകള്, അങ്ങനെ നമ്മുടെ എന്താണ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണടകള്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉപയോഗിക്കാം. ടു ഗീവ് പ്രൊട്ടക്ട് ബാരിയർ, നമുക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. It is compulsory for personnel who work in the incinerator chamber to put on mask that covers both nose and mouth if possible. A gas mask with filters. അല്ലേ? അപ്പോ ഇൻസിനറേഷൻ ചേംബറിൽ പ്രവർത്തിക്കുന്നവര്, എന്താ ഇൻസിനറേഷൻ ചേംബർ ഓർമ്മയുണ്ടോ? ഇൻസിനറേഷൻ എന്ന് വെച്ചാല് എന്താ ഇൻസിനറേഷൻ? കഴിഞ്ഞ ക്ലാസ്സില് ഇൻസിനറേഷൻ പറഞ്ഞോ? കത്തിക്കുക, അതായത് വേസ്റ്റ് മാലിന്യങ്ങൾ കത്തിക്കുന്ന ഏരിയയിൽ വർക്ക് ചെയ്യുന്നവര് നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചിരിക്കണം അല്ലേ? മൂക്കും നോസും അതുപോലെ തന്നെ മൗത്ത്, മൂക്കും വായൊക്കെ കൊടുക്കാൻ വലിയ ഫേസ് ഷീൽഡ് മാസ്ക് ധരിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? ഇത് കത്തിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാരോ ഈ തരികളൊക്കെ ഫേസിലോട്ടും മൂക്കിലോട്ടും വായിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽട്ടേഴ്സ്, അതായത് വലിയ ഫിൽട്ടർ ചെയ്യുന്ന മാസ്കുകൾ, അതായത് അണുക്കൾ ഒട്ടും തന്നെ ഉള്ളിലോട്ട് പ്രവേശിക്കാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കണം. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് ബൂട്ട്സ് ആണ്. ലെഗ് കവറിംഗ് മീൻസ് ലെഗ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ബൂട്ട്സ്. Boots or shoe covers give greater safety to skin when splashes or large quantities contaminated waste have to be dealt with. ഇപ്പൊ വലിയൊരു ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള മാലിന്യങ്ങള് നമ്മൾ ഇവര് ശേഖരിക്കുമ്പോൾ അതിൽ നിന്നുള്ള സ്പ്ലാഷസ് മീൻസ് കത്തിക്കുമ്പോഴൊക്കെ മറ്റേ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവരിങ്ങനെ എടുക്കുമ്പോൾ തെറിക്കും. സ്പ്ലാഷസ് എന്ന് വെച്ചാൽ തെറിക്കുക എന്നിട്ട് മീനിങ് നമ്മുടെ സ്കിന്നിലോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. സ്കിന്നിൽ മറ്റെന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബൂട്ട്സും ഷൂസ് ഒക്കെ ധരിക്കണം എന്ന് പറയുന്നത്. Then the boots should be rubber soled and anti-skid type. റബ്ബർ ടൈപ്പ് കട്ടിയുള്ള സോൾഡ് ആയിട്ടുള്ള റബ്ബർ ടൈപ്പ് ഷൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം. എന്താണ് ആന്റി സ്കിഡ് ടൈപ്പ് എന്ന് പറയുന്നത്? ആന്റി സ്കിഡ് ടൈപ്പ്, സ്കിഡ് ഫ്ലോറിംഗ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ആന്റി സ്കിഡ് ടൈപ്പ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ചെരുപ്പ് ആന്റി സ്കിഡ് ടൈപ്പ് ആയിരിക്കണം എന്ന്. തെന്നിപ്പോകാത്ത രീതിയിലുള്ള റബ്ബർ ടൈപ്പ്, കട്ടിയുള്ള സോൾഡായിട്ടുള്ള റബ്ബർ ടൈപ്പിലുള്ള ചെരുപ്പായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ഓക്കെ, then they should cover the leg up to the ankle വരെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഷൂസ് ആയിരിക്കണം ധരിക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമ്മള് പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസിൽ പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നവര് ഉപയോഗിക്കേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഗ്ലൗസ് ധരിക്കുക, അപ്രോൺസ്, മാസ്ക്, ദെൻ ബൂട്ട്സ്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. എളുപ്പമാണ്, നമ്മളിതൊക്കെ നമുക്ക് പരിചയമുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ധരിക്കണം എന്ന് നമുക്കറിയാം. വായിച്ചു നോക്കുക കേട്ടോ.
പുല്ല് കെട്ട് ചെയ്യുന്നവർ ഉപയോഗിക്കാറുണ്ട് പല രീതിയിലും. അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിലും മറ്റും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും അങ്ങനെയുള്ള ആംഗിൾ ടു അങ്ങനത്തെ ടൈപ്പ്, അതായത് കുറച്ചുകൂടി കട്ടിയുള്ള സേഫ്റ്റി ഷൂസ് ധരിക്കുന്നുണ്ട് കേട്ടോ. പല മേഖലകളിലും അത് ധരിക്കുന്നുണ്ട് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ചെയ്തില്ലേ? വായിച്ചില്ലാവരോ? ഓക്കെ, നെക്സ്റ്റ് വൺ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്, എന്നിട്ടാണ് നമ്മൾ ടേബിളിലേക്ക് പോയത്. ലാസ്റ്റ് വൺ നോക്കാം, ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞു ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇതുപോലെ നമ്മൾ കാറ്റഗറി തിരിച്ചുകൊണ്ട് ഡിഫറെന്റ് കളർ കോഡുള്ള കണ്ടെയ്നറിലൊക്കെ നിക്ഷേപിക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന്. ബെനിഫിറ്റ്സ് ഉണ്ടോ? ഉണ്ടെങ്കിലോ? യെസ് ഓർ നോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ആണോ അല്ലയോ? ആണ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ്? ടെക്സ്റ്റിൽ നോക്കാണ്ട കേട്ടോ, ടെക്സ്റ്റിൽ നോക്കാതെ ആലോചിച്ച് നോക്കിയേ. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്. എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ആശയങ്ങൾ പറയാം കേട്ടോ. ക്ലിയർ എൻവയോൺമെന്റ്. ഓക്കെ, അശ്വതി ടെക്സ്റ്റ് നോക്കിയിട്ടാണോ പറയുന്നത്? ടെക്സ്റ്റ് നോക്കണ്ടാട്ടാലും അശ്വതി തനിയെ പറഞ്ഞതായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. നിങ്ങളുടെ പോയിന്റ്സ് പറയാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് പല പല ആശയങ്ങൾ ഉണ്ടാവും. നിങ്ങളിൽ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ ആശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല, അല്ലെ? അപ്പൊ ഇടയ്ക്കൊരു ചാൻസ് ഒക്കെ ഞാൻ തരാം, പറഞ്ഞോളൂ. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സുകൾ? ക്ലിയർ എൻവയോൺമെന്റ് മാത്രമുള്ള ബെനിഫിറ്റ്സ്? ഈ വേസ്റ്റ് മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റും ഇല്ല. ആലോചിച്ച് നോക്കിയേ, ഒരു ബെനിഫിറ്റും ഇല്ലേ? ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാം, ഹെൽത്ത് പ്രോബ്ലംസ് ഒഴിവാക്കാം. ഓക്കെ, പൊല്യൂഷൻ കൺട്രോള്. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. സ്പേസ് സേവ് ചെയ്യാം. ഓക്കെ, മാലിന്യങ്ങൾ നമ്മൾ കൂമ്പാരം കൂട്ടിയിടുമ്പോൾ ആ സ്പേസ് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലോട്ട് വരാം. നോക്കാം, ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്, റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്, അല്ലെ? നല്ല വൃത്തിയുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ലഭിക്കുന്നു. Then reduction in the incidence of hospital acquired and general infection. ഹോസ്പിറ്റലിൽ നിന്നുള്ള അണുബാധയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അവരുടെ അണുബാധ നിയന്ത്രണത്തിലുള്ള ഒരു പ്രൈസിൽ കുറവ് വരുത്താവുന്നു. അതായത് ഈ മാലിന്യങ്ങൾ കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൈസ് കുറയ്ക്കാറുണ്ട്. നിർമ്മാർജ്ജനം ചെയ്യുമല്ലോ നമ്മള്, വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ചിലവാകുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് കുറയ്ക്കാവുന്നു. Then reduction in the probability of diseases and death due to reuse and repackaging infectious disposables. Probability of diseases, അല്ലെ? അസുഖങ്ങൾ നമുക്ക് പരമാവധി കുറയ്ക്കാം. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ പുനരുപയോഗം ചെയ്യുകയാണെങ്കിൽ, റീസൈക്കിൾ ചെയ്യുകയാണെങ്കിൽ അത് അസുഖങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ മരണം, ഡെത്ത്, അല്ലെ? മരണത്തിനും സാധ്യത കുറയ്ക്കാവുന്ന, അതായത് മരണസാധ്യത കൂടി കുറയ്ക്കാൻ നമുക്ക് റീയൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ മാലിന്യങ്ങൾ അവിടെ ഇടാതെ അതിന് റീയൂസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലമുള്ള അസുഖങ്ങളെ നമുക്ക് കുറയ്ക്കാം.
മരണ ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ സാധിക്കും. Then low incidence of occupational health problem. തൊഴിൽ ഏരിയകളിലുള്ള ഒക്യുപേഷനുകളിൽ ആ തൊഴിൽ ഏരിയകളിലുള്ള സ്റ്റാഫുകളുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. Then last one, improved image of healthcare institution. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു അല്ലെ. അവിടെ നല്ല രീതിയിൽ മാലിന്യങ്ങളൊക്കെ കൈകാര്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് നല്ലൊരു പേരായിരിക്കും. ആ ഹോസ്പിറ്റലിൽ അങ്ങനെ മാലിന്യമൊന്നും ഇല്ലട്ടോ, വളരെ ക്ലീൻ ആണെന്നൊക്കെ നമ്മൾ പുറമെ എന്താണ് മറ്റുള്ളവർ പറഞ്ഞറിയും. Then increase the quality of life. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ നമ്മുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് സ്റ്റാർ മാർക്ക് ചെയ്തേക്കും. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പോയിന്റ്സുകൾ വായിക്കാം, പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കണം. വേറെ എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. ആ പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിലുപരിയായിട്ട് ഒരു 5 പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ മതി. അത് ബാക്കി നമുക്ക് ഓപ്ഷനിൽ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം ആ ഒരു ക്ലാസ്സിൽ കേട്ട് ഒരു ഓർമ്മ വെച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇനിയിപ്പോ എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾ എത്രത്തോളം ശ്രദ്ധയോടെ ഇരുന്നിട്ടുണ്ടോ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ അതാത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ എടുത്ത കാര്യം നിങ്ങൾക്ക് അപ്പൊ ഓർമ്മ വരും. ഓക്കെ, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കണം. പഠിക്കാൻ മീൻസ് ബൈഹാർട്ട്, ചിലർക്ക് ബൈഹാർട്ട് ചെയ്താൽ മാത്രം കിട്ടുകയായിരിക്കും, അങ്ങനെയും ഉണ്ടാവും ചിലവര്. ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം ചിലവര് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ചെറിയ ക്ലാസ് തുടങ്ങി ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നവരുണ്ടോ? ആരുമില്ല. എല്ലാവരും മനസ്സിലാക്കിയിട്ടാണോ പഠിക്കുന്നത്? ഓക്കെ, മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. കാരണം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിലേ ബാക്കി മൊത്തം പോകും ഇല്ലേ. അപ്പൊ അത്യാവശ്യം മനസ്സിലാക്കി പഠിക്കുക, അതാണ് ടീച്ചർ ഉദ്ദേശിച്ചത്. മനസ്സിലാക്കി പഠിച്ചു പോകുക. ഓക്കെ, ബാക്കി നമ്മൾ ക്ലാസ് കാണുന്ന ആ ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. എസ് ടൈപ്പും കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഓപ്ഷൻ ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ല മാർക്കൊക്കെ എല്ലാവർക്കും തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതാത് ദിവസം നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി പഠിക്കാം. ഓക്കെ, ലാസ്റ്റ് ടൈമിൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാന്ന് വെച്ചാൽ നടക്കില്ല അത്. അപ്പോ ഇപ്പൊ വർക്ക് ചെയ്യണവരുണ്ടാകാം, റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം കാണുന്നവരുണ്ടാകാം അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വൺ ആണോ? ലാസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു വൃത്തിയും ഭയങ്കര നീറ്റ്നെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറമേ നിന്ന് തന്നെ പറയും ആ ഹോസ്പിറ്റലിൽ നല്ല നീറ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ ക്ലീൻ ആണ് കേട്ടോ എന്ന് പറയും. അപ്പൊ ഒരു പ്രശസ്തി ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് തന്നെ വർദ്ധിപ്പിക്കാവുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലൈഫ് ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു എന്താണ് ജീവിത നിലവാരം തന്നെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാം. ഓക്കെ, പോയിന്റ്സ് വായിച്ചു നോക്കുക കേട്ടോ. നാലാമത്തെ പറയുന്നതേ റീയൂസബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങൾ കുറയ്ക്കാം, രോഗങ്ങൾ സ്പ്രെഡ് ചെയ്തത് കുറയ്ക്കാനും ഇതുമൂലം ഇൻഫെക്ഷൻസ് മൂലമുള്ള മരണങ്ങളെ കുറയ്ക്കാനും സാധിക്കുന്നു. റീയൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഈ മാലിന്യങ്ങൾ തന്നെ ചില മാലിന്യങ്ങൾ നമുക്ക് റീയൂസബിൾ ആണ് അല്ലെ. റീയൂസബിൾ ചെയ്തിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്നും മറ്റിപ്പോ പേപ്പറിൽ നിന്നൊക്കെ മറ്റും പല നമ്മൾ എന്താ പറയാ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയാ റീയൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസിലും മറ്റും കാണാറില്ലേ പല പല ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുന്നതും ഇല്ലേ. അപ്പൊ ഈ മാലിന്യങ്ങൾ നമുക്കത് റീയൂസും ചെയ്യാം. അപ്പൊ അങ്ങനെ റീയൂസ് ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങളെ കുറയ്ക്കാനും അതുമൂലമുള്ള മരണങ്ങളെ കുറയ്ക്കാനും സാധിക്കും.
കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് വൺ നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു കാര്യത്തെ കുറിച്ചാണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും, എങ്കിലും ഒട്ടും തന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാകാം. ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇമേജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റും. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരാൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, കേട്ടിട്ടില്ല. ഓക്കെ. പാലക്കാടുകാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? പാലക്കാടുള്ളവരുണ്ടോ? യെസ്, പാലക്കാടുകാർ തന്നെയാണ് കേട്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ. അസ്വേഷ് എന്നാണോ പേര്? കറക്റ്റ് ആയിട്ട്. ഓക്കെ. ചിത്ര, പവിത്ര. ഓക്കെ, പവിത്ര പാലക്കാടാണോ? പാലക്കാടുകാർ വേറെ ആരുമില്ല? രണ്ടുപേരുണ്ട് പാലക്കാട്. അശ്വതി ഉണ്ട്. ഓക്കെ. പാലക്കാടുകാരുടെ എങ്ങനെ ഉണ്ടോ എന്ന് എടുത്ത് ചോദിച്ചത് വേറെ ഒന്നുമല്ല, ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഒരു പദ്ധതിയാണിത്. അപ്പൊ എത്ര പേർക്ക് അറിയാം ഈ പാലക്കാടുകാർക്ക് കേട്ടിട്ടുണ്ടോ ഇമേജ് എന്നുള്ളൊരു പ്രൊജക്ടിനെ കുറിച്ച്? ഉണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ടിട്ടുണ്ടോ നേരിട്ട് ഇമേജിന്റെ പ്ലാന്റ്? അവിടെയുള്ളവർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ല? അതിന് കണ്ടിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ഇൻട്രൊഡക്ഷൻ അല്ല, നമുക്ക് വളരെ കുറച്ച് കാര്യം മാത്രം ഇതിൽ പഠിക്കാനുള്ളൂ, ഒരുപാടൊന്നും പഠിക്കാനില്ല കേട്ടോ അതിനെ കുറിച്ച്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യം തന്നെ എന്റെ ഫുൾ ഫോം നോക്കുക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണിത്. അതായത് ബയോ മാലിന്യങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് കെയറിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന ബയോ മെഡിക്കൽ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതായത് മാലിന്യങ്ങൾ, ഈ വേസ്റ്റുകൾ ഇവർ വന്ന് ശേഖരിച്ചത് ഒരു പ്ലാന്റ് ആണ്. അതായത് നമ്മൾ ഈ മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു വലിയൊരു പ്ലാന്റ് ആണ്. കേരളത്തിൽ അത് ഡിസംബർ 14, 2003 നിലവിൽ വന്നത്. ദെൻ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഈ ഒരു ഇമേജ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് എന്നാണ് പ്രോപ്പർ പ്ലേസ് പറഞ്ഞിട്ടില്ല, പാലക്കാടാണ്. ദെൻ ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രൊജക്റ്റ് ആണ്. ദെൻ ഹോസ്പിറ്റലിൽ നിന്നും 48 hours മാലിന്യങ്ങൾ ഇവർ ശേഖരിച്ചിട്ട് ഈ പ്ലാന്റിൽ എത്തിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? റിമൂവൽ, ഫ്ലൂയിഡ്, ബോട്ടിൽസ്, കോട്ടൺ, എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും, ഹോസ്പിറ്റല് ബയോമെഡിക്കൽ മാലിന്യങ്ങള്, ഇപ്പോ ഫെസിലിറ്റി നമ്മളിപ്പോ പറഞ്ഞല്ലോ, ലബോറട്ടറീസ് നിന്നാവാം, ക്ലിനിക്കലിൽ നിന്നാകാം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ ബയോമാലിന്യങ്ങൾ ശേഖരിച്ച് അതിന്റെ ഡിസ്പോസൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ, അവർ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ്, സയന്റിഫിക് മെത്തേഡിലാണ്, വേറെ ഒരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത, പ്രകൃതിക്കും മനുഷ്യനും ഒരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് അവര് ഇതിന്റെ ഈ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ഇമേജിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി ഇപ്പൊ കൂടുതലായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് ഒരു പ്ലാന്റിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാണ്. ദെൻ ഈ പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ദെൻ ഇന്നലത്തെ പത്രത്തില്, ന്യൂസില്, നമ്മളുടെ ഇവിടെ മീൻസ് ഇവിടെ നോർത്ത് പറവൂർ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എല്ലാവരും മറ്റു ജില്ലകളിലാണ്. ഓക്കെ, ആരുമില്ല. എറണാകുളത്ത് തന്നെ ആരുമില്ല. എല്ലാവരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണോ? ഓക്കെ. ഇന്നലത്തെ ന്യൂസ് പേപ്പറില്, മലയാള മനോരമ ന്യൂസില് പ്രാദേശികത്തിലാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും കാണാൻ ചാൻസ് ഇല്ലല്ലോ. പ്രാദേശികത്തില് നമ്മളുടെ നോർത്ത് പറവൂരിലുള്ള ഒരു വടക്കേക്കര എന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ്, ഒരു ചെറിയൊരു ലൊക്കാലിറ്റി ആണ്. അപ്പോ ആ പഞ്ചായത്തിന്റെ കീഴില് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ, ഈ പഞ്ചായത്തിന്റെ കീഴില് ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആപ്പിന്റെ പേര് എനിക്ക് തോന്നുന്നു ആപ്രി അങ്ങനെയാണ് ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങള് ഇതുപോലെ തന്നെ കളക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് വന്ന് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ആപ്പിൽ നമ്മൾ കയറിയിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവര് വിത്തിൻ 24 hours നമ്മളുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ, അതായത് വീട്ടിലുള്ള ബയോമാലിന്യങ്ങൾ, ഇപ്പൊ വീട്ടിലുള്ള ബയോമാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എക്സാമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകം. ഇതുപോലെ ഇപ്പോ നീഡിൽസ്, ഇപ്പൊ ഇൻസുലിൻ
അങ്ങനെയൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ സ്ഥിരമായിട്ടൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നീഡിൽസ് ഉണ്ടാവാം, ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള നീഡിൽസ്, സിറഞ്ച്, നമ്മൾ ഡിസ്കാർഡഡ് ആയിട്ടുള്ള മെഡിസിൻസുകളുടെ സ്ട്രിപ്പുകള്, തീർന്ന മെഡിസിൻ സ്ട്രിപ്പുകള്, അതുപോലെ തന്നെ തീർന്ന മെഡിസിന്റെ ബോട്ടിൽസുകള്, ദെൻ നമ്മുടെ സാനിറ്ററി പാഡ്സ്, ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി പാഡ്സ്, ഡയപ്പർ, അങ്ങനെ ഇതുപോലെ ബാൻഡേജ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് 24 hours തന്നെ വന്ന് വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അപ്പൊ അവര് 1 കിലോ ഒരു ഇത്ര ശതമാനം ഒരു അളവിനനുസരിച്ചിട്ടാണ് അവര് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്. 45 രൂപയാണ് ഇവര് എനിക്ക് തോന്നുന്നു 1 കിലോഗ്രാം ആണെങ്കിൽ 1 കിലോഗ്രാമിന് വരെ നമുക്ക് കറക്റ്റ് ഒരു 45 രൂപയാണ് 1 കിലോഗ്രാമിന് അവര് ഈടാക്കുന്ന ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഇന്നലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പദ്ധതി. ഇന്നലെ ന്യൂസിൽ വായിച്ചപ്പോ അങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഒന്ന് പറയണമെന്ന് തോന്നി. ഓക്കെ, ഇവിടെ ഉള്ളവര് ആരെങ്കിലും ന്യൂസ് പ്രാദേശികത്തിലായിരുന്നു. നമ്മളുടെ നോർത്ത് പറവൂരിൽ തന്നെയുള്ള പഞ്ചായത്തിലാണ് ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുമ്പോഴും ഫീസ് നമ്മൾ എമൗണ്ട് കൊടുക്കുന്നില്ലേ? എമൗണ്ട് കൊടുക്കാറില്ലേ? എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഇവർ പ്ലാസ്റ്റിക് എടുക്കുമ്പോഴേ ഫ്രീ ആയിട്ടല്ലോ 50 രൂപ നമ്മൾ കൊടുക്കും. ചെറിയൊരു ചാർജും കൂടി ഈടാക്കുന്നുണ്ട്. ഇതിലും അങ്ങനെ ഒരു ചെറിയൊരു ചാർജ് അവർ ഈടാക്കുന്നു. ഓക്കെ, വായിച്ചപ്പോ അങ്ങനെ പറയണമെന്ന് തോന്നി നിങ്ങളോട്. ഓക്കെ, ഇപ്പൊ നമുക്കിനി ഇമേജ് നോക്കാം കേട്ടോ. എന്താണെന്ന് നോക്കാം. ഇമേജ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. നോക്കാം. ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ both private and government like hospitals based on their bed strength, clinics based on the number of room facilities, lab based on diagnostic facilities, dental clinic based on dental chairs. ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ അത്. ടീച്ചർ ഇങ്ങനെ വിടാണ്ട് വായിച്ചത് ഒറ്റ സെന്റൻസ് ആണ്. എളുപ്പമാണ് പറഞ്ഞുതരാം. അതായത് ഇമേജ് അസോസിയേറ്റ്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇമേജ് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ്, പ്രൈവറ്റിൽ സ്ഥാപനങ്ങളും അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റിലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിലെ അംഗങ്ങളാണെന്ന്, ഇമേജിന്റെ പദ്ധതിയിലെ അംഗങ്ങളാണ്. ഇനി പറയുന്നത് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവരുടെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പോ ലാർജ് ഹോസ്പിറ്റലും സ്മോൾ സൈസ് ഹോസ്പിറ്റലൊക്കെ പഠിച്ചിട്ടുണ്ടോ? പല ഹോസ്പിറ്റലും ലാർജ് സൈസ് ഉണ്ടാകാം, സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള സൈസ് ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചുകൊണ്ടാണ് ഇതിൽ അംഗമാകുന്നത്. അതുപോലെ തന്നെ ക്ലിനിക്കുകൾ ഉണ്ടാകും. ചെറിയ ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാകും അല്ലേ. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ലിനിക്സുകൾ. ഈ ക്ലിനിക്കുകൾ ബേസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ നമ്പർ ഓഫ് റൂംസും സൗകര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇതിൽ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ലാബുകൾ, ലബോറട്ടറീസ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, അവിടുത്തെ ടെസ്റ്റുകളുടെ അടിസ്ഥാന കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ട് കാര്യമുള്ളൂ. സോ അവരുടെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി അനുസരിച്ചുകൊണ്ടാണ് അവർ മെമ്പർ ആകുന്നത്. ഡെന്റൽ ക്ലിനിക്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡെന്റൽ ചെയേഴ്സ്. അതുപോലെ തന്നെ ഡെന്റലിൽ നിന്നും ഇതുപോലെ ഒത്തിരി വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, നീഡിൽസും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഡെന്റൽ ചെയേഴ്സ് അനുസരിച്ചിട്ടാണ് എത്രത്തോളം പേഴ്സൺസ് വരുന്നുണ്ട് ആ ഒരു ബേസിസിലൊക്കെയാണ് ഇവരിൽ മെമ്പർ ആകുന്നത്. നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് ബീങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. അഫിലിയേഷന്റെ ടൈമിൽ അതായത് നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് പോലെ ഒരു ചെറിയൊരു എമൗണ്ട് ഫീസ് വാങ്ങിക്കുന്നത്, നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഇതിൽ അംഗമാകുമ്പോൾ വാങ്ങിക്കും. ഹോസ്പിറ്റലും ലാബൊക്കെ അതിൽ ചെയ്യുമ്പോൾ അവരിൽ നിന്നും എന്ത് ചെയ്യും? ഒരു നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് അവർ ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലെ ഈടാക്കുന്നു. The operating expense being met by charging a nominal monthly fee as operational cost declared for the category healthcare institution. അപ്പോ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഇവർ വാങ്ങിക്കും. ശേഷം ഓരോ മന്ത്ലിയാണ് ഇവർ വന്നിട്ട് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്നും ക്ലിനിക്കിൽ നിന്നും ലബോറട്ടറിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? മന്ത്ലി കളക്ട് ചെയ്തിട്ട് ഒരു മന്ത്ലി ഫീസ് ആണ് വാങ്ങിക്കുന്നത്. ഈ മന്ത്ലി ഫീസ് വാങ്ങിക്കുന്നത് എല്ലാവർക്കും ഒരേ ഫീസ് ആയിരിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ് ഒരേ ഫീസ് ആയിരിക്കില്ല എന്ന് പറയുന്നത്? ഡിക്ലെയർ ഫോർ കാറ്റഗറി HCI, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും ഫീസ് എന്ന്.
അതായത് ഇപ്പോ വലിയ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടുത്തെ മാലിന്യങ്ങൾ എത്രത്തോളം ഉണ്ടാകും, ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഒരു മന്ത്ലി ഫീസ് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ അവിടെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത്. സോ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള മന്ത്ലി ഫീസ് ആയിരിക്കില്ല, മറിച്ച് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മന്ത്ലി ഫീസ് വാങ്ങിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. അണ്ടർലൈൻ ചെയ്യാം. ഇമേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ആൻഡ് ഇറ്റ് വാസ് കമ്മീഷൻഡ് ഓൺ 14th December 2003. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്നാണ് ഈ ഒരു പദ്ധതി കമ്മീഷൻ ചെയ്യപ്പെട്ടത്? ഓക്കെ, ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ദെൻ കമ്മീഷൻ ചെയ്തത് 14th December 2003. The image plant has been working successfully from January 2004. 2003 ഡിസംബറിലാണ് ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. പക്ഷെ അത് കുറച്ചുകൂടി വർക്കിംഗ് ആയി തുടങ്ങിയത്, പ്ലാന്റ് വർക്കിംഗ് ആയത് എന്നാണ് ജനുവരി 2004. നെക്സ്റ്റ് ഇയറിലെ, അതായത് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഉള്ളൂ. ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു, നെക്സ്റ്റ് ഇയർ ജനുവരി ആയപ്പോഴേക്കാണ് വർക്കിംഗ് അവിടെ തുടങ്ങിയത്. Then it has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from healthcare institution across Kerala. Image എന്ന് പറയുന്നത്, ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കമൻഡബിൾ സർവീസസ് ആണെന്ന്. എന്താ കമൻഡബിൾ മീൻസ്? കമൻഡബിൾ ആയിട്ടുള്ള സർവീസസ് ആണ് ഇമേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കമൻഡബിൾ? നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ഒരു എടുത്തു പറയാനാവാത്ത വിധത്തിലുള്ള സേവനങ്ങളാണെന്ന് പറയും ഇല്ലേ. കോമൺ ആയിട്ട് നമ്മൾ സംസാരത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ പറയില്ലേ, അവിടുത്തെ സേവനങ്ങൾ അടിപൊളിയാണ് അല്ലെ, അല്ലെങ്കിൽ എടുത്തു പറയാനാകാത്ത അത്രയും ബെറ്റർ ആണ് കേട്ടോ എന്ന് പറയും. നമ്മളൊരു തുണിക്കടയിൽ ചെന്നു, അപ്പൊ എന്ത് പറയും, നല്ല സെലക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ പറയാറില്ലേ, അവിടെ എടുത്തു പറയാം അത്രയും സെലക്ഷൻ ഉണ്ട് കേട്ടോ എന്ന് പറയും ഇല്ലേ, പറയാറില്ലേ? ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ ഇവിടെ പറയുന്നത് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണക്റ്റബിൾ സർവീസസ് ആണ് കൊടുക്കുന്നത്. എടുത്തു പറയാനാവാത്ത വിധത്തിലുള്ള ഒരു സർവീസസ് ആണ് നൽകുന്നത്. എന്തുകൊണ്ടാണ്? ഇമേജ് ഗ്യാരണ്ടി നൽകുന്നത് ഒരു സയന്റിഫിക് റിമൂവൽ ആയിട്ടുള്ള ഇൻഫെക്ഷസ് വേസ്റ്റ് മെറ്റീരിയൽ ആണ്. അതായത് മറ്റാർക്കും, പ്രകൃതിക്കും മനുഷ്യനും ദോഷകരമല്ലാത്ത രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനമാണ് ഇമേജ് ചെയ്യുന്നത്. ദെൻ കേരളത്തിലുടനീളം വിത്തിൻ 48 hours, അതായത് 48 hours-നുള്ളിൽ കേരളത്തിലുടനീളമുള്ള ഇതിന് അംഗമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, വേസ്റ്റുകൾ, അവർ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു. Then in the line with the provision laid down biomedical waste management rules 2016 released by Ministry of Environment and Forest, Government of India. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം അവർ എന്ത് ചെയ്യുന്നു, 48 hours-നുള്ളിൽ കേരളത്തിലുടനീളമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഈ വേസ്റ്റുകൾ ശേഖരിക്കുന്നു. Then all government healthcare institutions under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image. അപ്പോ ഈ സ്പെഷ്യൽ ഇമേജിന്റെ സ്കീമിന്റെ സ്പെഷ്യൽ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരാണ്. ആരൊക്കെയാണ്? രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒന്ന് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് ആൻഡ് കേരള, ദെൻ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള. ഇത് രണ്ടും നമ്മളുടെ ബെനിഫിഷ്യറീസ് ആണ്. Then which they are spared from paying affiliation fees and are made eligible for the services from image at a subsidiary rate. അപ്പൊ ഇവർക്ക് ഒരു പ്രത്യേകം എമൗണ്ട് ഒന്നും വരുന്നില്ല, ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒരു നിശ്ചിത എമൗണ്ടിലാണ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് ഇതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എത്രത്തോളം വേസ്റ്റുകളാണ് ഇമേജ് പ്ലാന്റിലേക്ക് ഓരോ ദിവസം വരുന്നതെന്നാണ് പറയുന്നത്. അതും കൂടി വായിച്ചു നോക്കണോ? അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് സെക്ഷൻ ഒന്ന് വായിക്കാം കേട്ടോ. ഇമേജ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, ഇമേജിന്റെ ഫുൾ ഫോം പഠിക്കണം. ദെൻ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്, കമ്മീഷൻ ചെയ്ത ഇയർ നോക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വായിച്ചു നോക്കിയേ, ഇമേജ് വായിക്കാം കേട്ടോ, എടുത്തത്ര വായിക്കാം.
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇമേജിന്റെ ആ ഒരു സെക്ഷൻ ഇയർ ചോദിക്കാറുണ്ട്. ദെൻ ഫുൾ ഫോം ചോദിക്കും. ദെൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്ന്. ഇത് ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഇമേജിന്റെ ഭാഗത്ത് നിന്നും 1-2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. വായിച്ചോ അത്രയും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അവിടെ വരുന്ന ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകൾ എത്രത്തോളം എന്നാണ് നോക്കാം. ഓൺ ആൻഡ് ആവറേജ് സെക്കൻഡ് പാരഗ്രാഫ് ആണോ? സെക്കൻഡ് പാരഗ്രാഫിൽ മെയിൻ ആയിട്ട് പറയുന്നത് പാലക്കാടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇത് കമ്മീഷൻ ചെയ്തത് 14th December 2003 ദെൻ അവിടെ പറയുന്നത് 2000 December 3 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സക്സസ്ഫുൾ ആയത് 2004 പ്രോസസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ദെൻ അവരൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു വർക്കാണ്, പ്രോസസ്സാണ് നമ്മൾ ഇമേജ് കാഴ്ചവെക്കുന്നത്. ദെൻ ഇമേജ് ഗ്യാരണ്ടി തരുന്നത് സയന്റിഫിക് ആയിട്ടുള്ള റിമൂവൽ ആണെന്ന്. അതായത് മറ്റു ദോഷകരമായിട്ടുള്ള രീതിയിലൊന്നും ബാധിക്കുന്നില്ല. സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിമൂവൽ ആണ് അവിടെ, സയന്റിഫിക് റിമൂവൽ ആണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് നമ്മുടെ ഇൻഫെക്ഷ്യസ് വേസ്റ്റുകളോ അക്രോസ് കേരളത്തിലുടനീളമുള്ള ഹോസ്പിറ്റലിൽ നിന്നും മറ്റും 48 hours മാലിന്യങ്ങൾ അവർ ശേഖരിക്കുന്നു. 2016 നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം കൃത്യമായിട്ടും കളർ കോഡൊക്കെ അനുസരിച്ചിട്ടുള്ള കണ്ടെയ്നറുകളിലൊക്കെയാണ് ഇവര് 48 hours ഹോസ്പിറ്റലുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഓക്കെ. ദെൻ പിന്നെ പറയുന്നത് ഗവൺമെന്റ് ഹെൽത്ത് കെയർ ക്ലിയർ ആയോ? ഓക്കെ. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം കേട്ടോ, ടൈം നോക്കാം. ഓൺ ആൻ ആവറേജ് about 55.8 tons of biomedical waste arrives at image plant daily. നോക്കി, ഇമേജ് പ്ലാന്റിലേക്ക് ഒരു ദിവസം വരുന്നത് 55.8 tons വേസ്റ്റ് ആണെന്ന്. അപ്പൊ എത്രത്തോളം വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? ആലോചിച്ച് നോക്കി, ഒരു ദിവസമാണ് പറയുന്നത്. ഒരു ദിവസത്തില് പ്ലാന്റിലേക്ക് വരുന്നത് 55.8 ടൺ വേസ്റ്റുകളാണ്. അതില് വിച്ച് 30.5 tons ഇൻസിനറബിൾ വേസ്റ്റ് ആണെന്ന്. കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള ചാരമായിട്ടുള്ള വേസ്റ്റുകൾ. ദാറ്റ് കളക്ടഡ് ഇൻ യെല്ലോ ബാഗ്. നമ്മൾ പഠിച്ചില്ലേ ടേബിള്? അപ്പോ കത്തിയതിനു ശേഷമുള്ള ആ യെല്ലോ ബാഗ് ചാരമാണ് 30.5% വേസ്റ്റുകൾ. Then 19 tons 19 tons ഓട്ടോക്ലേവബിൾ വേസ്റ്റ്. റെഡ് ബാഗിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഓട്ടോക്ലേവബിൾ ആയിട്ടുള്ള വേസ്റ്റുകളാണ്. Then 5 tons are bottles. 5 tons ബോട്ടിലുകളാണ്. 0.7 ton is sharp and metals. അതുപോലെ തന്നെ 0.7 ton എന്ന് പറഞ്ഞാൽ ഈ സിറിഞ്ചുകളും ഷാർപ്പും മെറ്റൽസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. Then
0.6 ton is discarded medicine. നമ്മളുടെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് ആണ് 0.6 വരുന്നത്. This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. 13,000-ലും മേലെ ഹെൽത്ത് കെയർ നമ്മുടെ കേരളത്തിലുടനീളമുള്ള 13,000-ലും മേലെ ആണ് പറയുന്നത്. ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നും 24 hours-നുള്ളിലാണ് നമ്മൾ ഇത്രയും വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ദിവസം അല്ലെ, ഓരോ ദിവസം തോറും എത്രത്തോളം വേസ്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റലുകൾ ആണോ? എന്തോരം ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകളാണല്ലേ. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അത് ജസ്റ്റ് എത്രത്തോളമാണ് വേസ്റ്റുകൾ വരുന്ന ഒരു കണക്കാണ്. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല. ആ ഇനിയെന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. കുഴപ്പമില്ല, അത് നമ്പേഴ്സുകൾ ബൈഹാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എത്രത്തോളം ഉണ്ടെന്നൊന്നും ജസ്റ്റ് ഒരു ഏകദേശം കണക്കാണ് പറയുന്നത്. ടോട്ടൽ ഒരു 55.8ഓളം എന്താണ് ഡെയിലി അതിലേക്ക് മാലിന്യങ്ങൾ വരുന്നുണ്ടെന്നതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾസ് ആണ് കേട്ടോ. 4 സിമ്പിൾസ് ആണ്. നിങ്ങൾ ലബോറട്ടറി കഴിഞ്ഞോ? നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ലബോറട്ടറി ചാപ്റ്റർ എടുത്തോ? ഇല്ല, എടുത്തിട്ടുണ്ടോ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലബോറട്ടറി ആണ്. അവിടെയും കുറച്ച് സിമ്പിൾസ് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട 4 സിമ്പിൾസ് ആണ്. എളുപ്പമുള്ള സിമ്പിൾസ് ആണ്. ഈ സിമ്പിൾസ് ഒരു ഫാൻ പോലത്തെയാണ് അല്ലെ, ഒരു ഫാൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് നമ്മൾ ബയോ ഹസാർഡ്സ് എന്ന് പറയാം. ദെൻ ഒരു ട്രയാങ്കിളിൽ വരുന്നതാണ് സൈറ്റോടോക്സിക്, വിഷാംശമുള്ള ഒരു വിഷാംശത്തെ സൂചിപ്പിക്കുന്നത്. വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് ബിന്നിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സൈറ്റോടോക്സിക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ സൈറ്റോടോക്സിക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ദെൻ വാർണിംഗ് സൈൻ ആണ് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, വാർണിംഗ് സൈൻ. ദെൻ കോഷൻ, കീമോതെറാപ്പി ചെയ്യുന്ന ഒരു ഏരിയയിലത്തെ കോഷനാണ്. ഇത്രയുമാണ്. ജസ്റ്റ് ഒന്ന് പേരുകൾ നോക്കി വെക്കാം. ലാസ്റ്റ് പാരഗ്രാഫും ഈ ഒരു സിമ്പിൾസ് കൂടി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, വായിച്ചെല്ലാവരും? നെക്സ്റ്റ് സെക്ഷൻ, ഇനി ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇവിടുത്തെ അത്രയും ക്ലിയർ ആണോ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ ആണോ? പഠിക്കുന്നുണ്ട് എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് സംസാരിക്കാൻ കേട്ടോ, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ടൈമാണ്. ഓക്കെ ആണോ? ഞാൻ മാത്രമല്ല എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം തരുന്നില്ലല്ലോ. ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ടൈം കിട്ടുന്ന പോലെ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തരുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ലല്ലോ. ഇല്ല, ചിലർക്ക് പല വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, മറ്റു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ തന്നെ അതിനു വേണ്ടി സ്വയം സമയം കണ്ടെത്തി പഠിക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എക്സാം തുടങ്ങുന്നത് ടൈം ഒന്നും ആയിട്ടില്ല. പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കും കേട്ടോ, ഇൻഫർമേഷൻ ഒക്കെ തരും. എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. പഠിച്ചൊക്കെ കഴിഞ്ഞോ? എക്സാമിനൊക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം ഉണ്ടാവും മിസ്സേ? ഉണ്ടാവണം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. സെക്കൻഡ് മൊഡ്യൂൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ എക്സാം. എക്സാമിന്റെ കാര്യങ്ങളൊക്കെ അറിയിക്കും. റിവിഷനൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. റിവിഷൻ കുറച്ച് നമുക്ക് ടൈം കിട്ടുന്ന പോലെ റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളും അതോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ലാസ്റ്റ് സമയത്ത് വേണ്ടി പഠിക്കാൻ മാറ്റി വെക്കാതെ നേരത്തെ തന്നെ അതാത് ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ ബുദ്ധിമുട്ടുണ്ടാകില്ല. ദെൻ നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യുവാണെങ്കിൽ റിവിഷൻ ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊക്കെ പഠിക്കുക. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. ലബോറട്ടറി നെക്സ്റ്റ് ചാപ്റ്റർ ലബോറട്ടറി ആണ് കേട്ടോ. ലബോറട്ടറി ആയിരിക്കും എടുക്കുന്നത്.
എന്നിട്ട് നേരത്തെ ചോദിച്ചതാണോ ലബോറട്ടറി ഞാൻ തന്നെയാണോ എന്ന്? ലബോറട്ടറി എടുത്തിട്ടില്ലാലോ? എടുത്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലബോറട്ടറി ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. എനിക്ക് തോന്നുന്നു ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യാം, കാരണം കുറച്ചല്ലേ ഉള്ളത്. അപ്പൊ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ സെക്കൻഡ് മൊഡ്യൂളൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽ അല്ലേ നടത്തുന്നത്, മെയിൻ പരീക്ഷ അല്ലല്ലേ?